അഡ്വക്കേറ്റ് കൺമണി കാരാഞ്ചേരി ഉണ്ട്. അഭിഭാഷകൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അഭിഭാഷകയാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത്. അഡ്വക്കേറ്റ് കൺമണി, ഇതിലിപ്പോൾ ഈ ആവശ്യമായ തുക സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തുക കൈമാറുന്നത്, ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫണ്ടാണ്, സ്വാഭാവികമായും അത് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറുക അത് എന്തിനു വേണ്ടിയാണ് എങ്കിൽ പോലും അതിന് സാങ്കേതികമായ നടപടിക്രമങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ തുക കൈമാറിയാൽ തന്നെ സൗദിയിലെ നിയമങ്ങൾ അനുസരിച്ചുള്ള മോചനം, ഇതൊക്കെ എത്രത്തോളം വലിയ ടാസ്ക്കാണ് ഇനിയും ശേഷിക്കുന്നത്? ആദ്യമേ തന്നെ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും നമ്മുടെ ഒരു ശക്തി നമ്മൾ അബ്ദുറഹ്മാന്റെ മോചനത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോ അത് പറഞ്ഞതിന് ശേഷം തന്നെ ഇതിന്റെ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഫസ്റ്റ് ഒരു സ്റ്റേജിലേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ലീഗലി സ്പീക്കിംഗ് ജഡ്ജ്മെന്റും അതിന് 18 വർഷത്തെ കാരാഗ്രഹം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടി ഒരു ഫൈനൽ ഒരു റിലീസിംഗ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന 6 മാസത്തിന്റെ കാലാവധിയും കഴിഞ്ഞ് അതിന്റെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പണം സമാഹരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇന്ത്യൻ എംബസി വഴി സൗദിയിലേക്ക് എത്തിച്ചുകൊണ്ട് സൗദിയിൽ ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. കോടതിയിൽ ഈ എമൗണ്ട് മുഴുവനും അവിടെ ഈ സെറ്റിൽമെന്റ് പ്രകാരം അവർ പറഞ്ഞിരിക്കുന്ന, അതായത് മരണപ്പെട്ട കുടുംബം പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണിത്. അപ്പൊ ഈ എമൗണ്ട് ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പ്രകാരം കോടതിയിലെ അക്കൗണ്ടിലേക്ക് നമ്മൾ സബ്മിറ്റ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഇത് ഈ എമൗണ്ട് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കേസിന് ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട്. അപ്പൊ അബ്ദുറഹ്മാന്റെ ഭാഗത്തുനിന്ന് ഈ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആളുടെ പേരിലുള്ള എല്ലാ കേസുകളും അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ളതിന് ഒരു ഫൈനൽ തീർപ്പായി എന്ന് നമ്മൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് ആ കോടതിയിൽ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയ ശേഷം മാത്രമാണ് നമുക്ക് ഇത് വീണ്ടും ജയിലിൽ സബ്മിറ്റ് ചെയ്ത് ആളെ ഇറക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലീഗലി സ്പീക്കിംഗ് അല്ലെങ്കിൽ പ്രൊസീജിയറലി സ്പീക്കിംഗ് അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് സ്റ്റേജസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിലൊരു മീഡിയ ഇൻവോൾവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ലീഗൽ കമ്മിറ്റികളും ഒരുപാട് ആളുകളുടെ എല്ലാം പ്രസൻസ് ഉള്ളത് കൊണ്ടും അത് അത്രയും ഡിലേ ആവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ പെരുന്നാളുമൊക്കെയായി ബന്ധപ്പെട്ട് കോടതിയും മറ്റുമൊക്കെ അവധിയാണെന്നാണല്ലോ അറിയുന്നത്. അപ്പോൾ ഒരു കാലതാമസം അല്ലെങ്കിൽ എത്ര സമയം എടുക്കും ഇതിന് എന്നൊക്കെ ഏകദേശം, സ്വാഭാവികമായും താങ്കൾക്ക് ഒരു ദിവസമൊന്നും ഉറപ്പിച്ച് പറയാനാവില്ല എന്നറിയാം, എങ്കിൽ പോലും ഒരു ഏകദേശ ധാരണയുണ്ടോ? അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ റിലീസ് ആവേണ്ടതാണ്. റിലീസാവും അവധി കഴിഞ്ഞ്, അതെ, അവധി കഴിഞ്ഞിട്ട്. അത് ഇപ്പൊ ഈ ഈദാവുമ്പോഴത്തെ ഈ മറ്റേ മുസ്ലിം രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ UAE ലോയറാണ്. UAE-യിലാണെങ്കിലും എല്ലാവരും ജഡ്ജസും ഇവരൊക്കെ ഒരു വെക്കേഷന് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ വെക്കേഷൻ ആണെങ്കിൽ കൂടി ഇതിന്റെ വെക്കേഷന്റെ കുറച്ച് ബാക്കിലേക്കും കുറച്ച് ഫ്രണ്ടിലേക്കും അവർ അവധിയായിരിക്കും. അപ്പൊ അവരൊക്കെ ഇന്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഈദ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോളിഡേയ്സ് കഴിഞ്ഞാലും കുറച്ച് ദിവസമൊക്കെ അവധിയായിരുന്നു. അപ്പൊ ഈ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലുള്ള ജഡ്ജിന്റെ അവൈലബിലിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആള് ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ആള് വന്നതിന് ശേഷം ആൾക്ക് മാത്രമേ അതൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അതിലൊരു ക്ലിയറൻസ് ഇടാനോ ഒക്കെ പറ്റുള്ളൂ. ജഡ്ജിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു സമയക്രമങ്ങൾ. നോർമലി സ്പീക്കിംഗ് ഒരു സാധാ മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് അല്ല കേട്ടോ എടുക്കുക. എന്തായാലും ഒരു ഫുൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 1 മാസത്തോളം എടുക്കും ഫുൾ പ്രൊസീജിയേഴ്സ് തീരാനായിട്ട്. പക്ഷെ അബ്ദുൾ റഹ്മാന്റെ മാറ്ററിൽ ഞാൻ 1 വീക്ക് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത്രയും ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട്, ഇത്രയധികം മീഡിയ ഇൻവോൾവ്മെന്റും ഇത്രയധികം എംബസി ഇൻവോൾവ്മെന്റും ഉള്ളത് കൊണ്ട് അതിന്റെ അകത്തൊരു പ്രൊസീജിയറൽ ഡിലേക്ക് അത്രയധികം ഇഷ്യൂസ് ഇല്ലാതെ പോവാൻ സാധ്യതകളുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് കൺമണി, ഇതിലിപ്പോൾ ഈ നിയമപരമായ ഒട്ടേറെ കടമ്പകൾ കടന്നാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എങ്കിൽ പോലും മറ്റൊരു രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ആണ്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. ഈ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ, അതായത് ഇപ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെയൊക്കെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി അവർ ഇങ്ങനെയൊരു സഹായം, ധനസഹായം അല്ലെങ്കിൽ ബ്ലഡ് മണി നൽകിയാൽ ഇതിന് കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണല്ലോ ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ആരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സവാദം ഉന്നയിക്കപ്പെട്ടാൽ അങ്ങനെയൊരു വിദൂരമായ പ്രതിസന്ധിയെങ്കിലും ഉണ്ടോ? സാധ്യതകൾ വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ നിയമപ്രകാരമാണ് ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ബ്ലഡ് മണി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എ മാൻ ആണ്. അപ്പൊ ഒരു ഡെത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മണിയാണ് ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആണ്. ഓരോരോ മുസ്ലിം കൺട്രികളുടെ എമൗണ്ട് ഡിഫറെന്റ് ആണ്. അത്
അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. ഇപ്പൊ UAE സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഒരു 2 ലക്ഷം ദിർഹമാണ് ഇവിടുത്തെ ബ്ലഡ് മണി എന്ന് പറയുന്നത്. സോ മരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതാണ് എമൗണ്ട്, പ്ലസ് ഒരു സിവിൽ കോമ്പൻസേഷൻ. ഈ സിവിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമ്മളെ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ മരണപ്പെട്ട വ്യക്തിയുടെ പ്രായം, ആളുടെ ജോലി, അതുപോലെ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഭർത്താവുണ്ടോ, ഭാര്യയുണ്ടോ, കുട്ടികളുണ്ടോ, ആള് നോക്കേണ്ട എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫാമിലി അമ്മ അച്ഛൻ എത്ര പേരുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് അതിന്റെ എമൗണ്ട് നമ്മൾ അല്ലെങ്കിൽ കോടതി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ആള് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് എത്ര മൂല്യമുണ്ട് അല്ലെങ്കിൽ എത്ര പണം ഉണ്ടാവുമായിരുന്നു, അത് ഇല്ലാത്തത് ഈ ഒരു മരണം കൊണ്ടാണല്ലോ. അങ്ങനെയാണ് അത് എമൗണ്ടിലേക്ക് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ കോടതിയുടെ ഒപ്പീനിയന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ മരണപ്പെട്ട ഫാമിലിയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, അവര് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിർഹം പോലും ഇല്ലാതെ നമുക്ക് ഇറക്കാൻ പറ്റും. അങ്ങനത്തെ മാറ്ററുകളുണ്ട്. അപ്പൊ ഈ മാറ്ററിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരണപ്പെട്ട കുട്ടി ഒരു സുഖമില്ലാത്ത കുട്ടിയായിരുന്നു. അപ്പൊ ആളെ നോക്കുക എന്നുള്ളതാണ് അബ്ദുൾ റഹ്മാന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ ആ ജോലിയിൽ നിന്നുമാണ് അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്. അപ്പൊ അവര് സാധാരണ മനുഷ്യനേക്കാൾ കൂടുതൽ വാല്യൂ ആണ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടീനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഈ ഫാമിലി എനിക്ക് ഇവിടെ എന്തായാലും നമുക്ക് ഇവർക്കൊന്നും എത്ര എമൗണ്ട് എത്താൻ പറ്റില്ല, എന്തുകൊണ്ട് അവർ ഈ ഒരു എമൗണ്ടിലേക്ക് തിരിച്ചിരി വലിയ എമൗണ്ട് തന്നെയാണ്. എന്നാലും 15 മില്യൺ സൗദി എമൗണ്ട് പറയാനായിട്ട് അവരുടെ ഫാമിലി പറഞ്ഞ എമൗണ്ട് ആണ്. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ ഒബ്ജക്ഷൻ വരാനായിട്ടുള്ള ഒരു സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. അവര് ആ എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ട് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതായത് ഇങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞത് ഇവർക്ക് സമാഹരിക്കാൻ സാധിക്കില്ല എന്ന് കരുതി ഉള്ള എമൗണ്ട് എന്നാണോ താങ്കൾ സൂചിപ്പിച്ചത്? അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു ജയിലിൽ അവിടെ ഡ്രൈവറായിട്ട് താമസിച്ചിരുന്ന ഒരാളാണ്, വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ശരി. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും മനസ്സിലാക്കാതെ തന്നെ ഇവര് 15 മില്യൺ എമൗണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫാമിലി. ആ എമൗണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി ഒരു ഒബ്ജക്ഷൻ ആർക്കാ പറയാൻ പറ്റുക? അപ്പൊ അതിൽ വിദൂരമായ ഒരു ഒബ്ജക്ഷനുകൾ പോലും ഇനിയും വരാൻ സാധ്യതകളില്ല. എന്നോട് ചോദിച്ച ചോദ്യം അതാണ്. ഇതിൽ നമുക്ക് ഇതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഇനിയിപ്പോൾ പണം കൈമാറുന്നു, സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുന്നു, തിരികെ എത്താൻ പറ്റുന്നു. ഒപ്പം താങ്കൾ ഇതിന്റെ ട്രാൻസാക്ഷൻസും ഇഷ്യൂസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോടതിയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് മണി ട്രാൻസാക്ഷനും വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. ത്രൂ എംബസി ആവുമ്പോ പിന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക, അവിടുന്ന് ക്ലിയറൻസ് വാങ്ങിക്കുക, ഇത്ര തന്നെയുള്ളൂ. ഇതുവരെയുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് അത് എത്രത്തോളം, അല്ലെങ്കിൽ ഇത്രയും എത്തുന്ന സാഹചര്യമുണ്ടല്ലോ, ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സാഹചര്യം അതെത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമോ? കോടതിയിലെ പേപ്പേഴ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒട്ടും തന്നെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഞാൻ UAE ലോയറാണ്. അപ്പൊ ഞാൻ ഈ അബ്ദുൾ റഹ്മാന്റെ കേസ് ഫയലോ അതിന്റെ അകത്തെ ജഡ്ജ്മെന്റിന്റെ എക്സാക്ട് പോയിന്റ്സോ മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ജനറൽ ഒപ്പീനിയൻ. അപ്പൊ ഈ മറ്റു ലീഗൽ കമ്മിറ്റികൾ എല്ലാവരും ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇതിന്റെ അകത്ത് ഈ ഒരു എമൗണ്ട് മാത്രം തന്നെ മെൻഷൻ ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു പണം സമാഹരണത്തിനായിട്ട് മറ്റു ലീഗൽ കമ്മിറ്റികൾ മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പൊ ഈ എമൗണ്ട് മാത്രം തന്നെയാണ് അതിന്റെ അകത്തെ ഒരു കണ്ടീഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് കൺമണി ഞങ്ങളോട് പ്രതികരിച്ചതിന്.